ഹായ് ഫ്രണ്ട്സ്, ഹോം ഗ്യാരേജിൻ്റെ പുതിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. നമുക്കറിയാവുന്ന ചെറിയ അറിവുകളാണെങ്കിലും മറ്റുള്ളവർക്ക് പകർന്നു നൽകുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നിങ്ങളെല്ലാം മുഴുവനും വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റാക്ക് ആൻഡ് പിനിയൻ അസംബ്ലി എങ്ങനെ അഴിച്ചെടുക്കുക എന്നുള്ള വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അതിനാദ്യമായിട്ട് നമ്മൾ വീൽ നട്ട് ലൂസ് ചെയ്യുക, ജാക്കി വയ്ക്കുക, പൊന്തിച്ചതിന് ശേഷം വീൽ നട്ട് ഊരുക, ടയർ ഊരുക. ഇത്രയും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതാണ് തൈറോയിഡ് എൻ്റെ നട്ട് അഴിക്കണം. അതിന് പിന്നൊന്നും ഉണ്ടായിരുന്നില്ല, അതുപോലെ ചെറിയൊരു കമ്പി കഷ്ണം ഇട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ തല്ലിപ്പൊളിച്ച് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഊരണം. ഇതൊരു 17 സ്പാൻഡ് എടുത്തിട്ട് വലിച്ച് ഊരുക. ഇത് ഞാൻ ടൈറ്റ് ഉണ്ടായിരുന്നില്ല, മുമ്പ് ഊരിയിട്ടുള്ളതെന്ന് തോന്നുന്നു. പുള്ളറൊന്നും ഇല്ലാത്തവർക്കുള്ളൊരു എളുപ്പ വഴിയാണ്. ജാക്കിയൊക്കെ കറക്റ്റ് വെച്ചതിന് ശേഷം ആവണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ തലക്കൂടെ വീഴും. നമുക്ക് വേറൊരു ജാക്കി എടുത്തിട്ട് നട്ടനാണ്ട് ലോഡ് ചെയ്ത് പൊന്തിക്കുക. നമ്മുടെ യോധര ജാക്കിയാട്ടാ, ഡയമണ്ട് ജാക്കി ആണെങ്കിലും പവർഫുൾ ജാക്കിയാണ്. ശേഷം ചുറ്റിക്കെടുക്കുക, അത് വേണം. സിമ്പിളാണ്. ചിലത് നല്ല ടൈറ്റൊക്കെ ഉണ്ടായി. ഇതെന്തോ അതങ്ങ് പൊരി കിട്ടി. അതൊരു അത് ഊരി കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് 4 വോൾട്ട് കൂടി വരണം. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ അവിടെ ഉള്ള ഒരു വോൾട്ട് നമുക്ക് കാണുമോ അറിയില്ല. ഉണ്ടോ ഈ ഒരു നെട്ടും എൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ടാവും, അത് അഴിക്കണം. അതുപോലെ തന്നെ ഈ ഭാഗത്ത് അങ്ങനെ 2 നെട്ടുണ്ട് കാണാനില്ലേ. ഈ 12 ബോക്സ് ഇട്ട് അഴിക്കുന്ന 2 നെട്ടുകളുണ്ട്. ഇത് രണ്ടും 4 വോൾട്ട് അഴിക്കണം. അപ്പോൾ അത് അഴിക്കാം. ഞാൻ ലൂസാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ റാച്ചറ്റ് ഉണ്ടെങ്കിൽ സുഖമാണ് പണി. നമ്മുടെ കയ്യിൽ അതില്ല. അപ്പം എന്തായാലും ക്യാമറയും ഇതും കൂടി നടക്കില്ല. ഞാൻ കഴിക്കട്ടെ. വണ്ടിയുടെ അടിയിൽ കിടന്ന് അഴിക്കണം. കൈയും കാലൊന്നും കിടക്കണില്ല. ശരിക്ക് ടൂൾസുകൾ വേണ്ട സാധനങ്ങൾ കറക്റ്റ് ഉണ്ടെങ്കിൽ സുഖമാണ്. ഇതിപ്പോൾ ഒരു ബോക്സും റാഡും ഉപയോഗിച്ച് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അഴിക്കാൻ പറ്റും, കുറച്ച് ബുദ്ധിമുട്ടാണ്. അടിയിൽ കിടന്ന് കഴിക്കണം. അതിനോടൊരു താല്പര്യമുള്ളവരൊക്കെ ആകുമ്പോൾ പറ്റും. അപ്പുറത്തെ ലൂസായിട്ട് ഇനി ഇപ്പുറത്തെ കഴിക്കണം. നല്ല ടൈറ്റാട്ടോ. ഇതിപ്പോൾ മോളിൽ കൂടെയാണ് അയക്കുന്നത്. അത് നമ്മുടെ സൗകര്യത്തിന് അടിയിൽ കൂടെ മുകളിൽ കൂടെ എങ്ങനെയാണെന്ന് ചോദിക്കാം. അത്ര ക്വാളിറ്റി ഉള്ള സാധനമൊന്നുമല്ല, ലോക്കൽ കമ്പനിയുടെ സാധനമാണ്.
ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓയിലക്സ് അല്ല, ആമസോണിൽ നിന്ന് മറ്റോ മേടിച്ചാണ്. ഐറ്റത്തിൻ്റെ ക്വാളിറ്റി അറിഞ്ഞില്ല. കാശ്മീർ ചെറുപക പരിപാടികളൊക്കെ നടക്കും. അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു, അതവിടെ വയ്ക്കാം. ഈ ഭാഗത്തൊക്കെ കൈയിട്ട് സ്റ്റാൻഡ് കൊണ്ട് അയക്കുമ്പോൾ ശ്രദ്ധിക്കണം. വയറിങ്ങൊക്കെ ഉള്ളതാണ്, ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. നമുക്ക് വണ്ടിയുടെ ഉള്ളിലാണ് ഒരു ബോൾട്ട് അയക്കാറുള്ളത്. അതിൻ്റെ സ്റ്റിയറിംഗ് ആയിട്ടുള്ള കണക്ഷനാണ്. ഈ സംഭവമാണ് അയക്കാനുള്ളത്. അതൊന്ന് ലൂസാക്കിയിട്ട് വേണം ജസ്റ്റ് ലൂസ് ചെയ്യണം. അത് സംഭവം ആദ്യം അയച്ചു വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ എളുപ്പമുണ്ടാവുന്നു. ഇപ്പോൾ വണ്ടിയിൽ ലൂസായി കാരണം കിടന്ന് ഇളകുന്നുണ്ടല്ലേ, കുഴപ്പമില്ല, അയക്കാൻ പറ്റും. കാരണം ബോൾട്ടുകളൊക്കെ അയച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് വെറുതെ വലിച്ചു കൂടിയാൽ മതി. ചെറിയ ടൈറ്റ് ഉണ്ടാവും. അപ്പുറത്തുനിന്ന് ഒരാൾ തള്ളി തരാണെങ്കിൽ നല്ലതായിരിക്കും. എന്താ കഴിഞ്ഞു പോകുന്നു, അത്രേ ഉള്ളൂ. സംഭവം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് റാക്ക് ആൻഡ് പിനിയൻ സ്റ്റിയറിംഗ് അസംബ്ലി അഴിച്ചെടുക്കുന്നത്. എല്ലാവരും ശ്രമിച്ചു നോക്കുക. ഇതിൻ്റെ ബോട്ടുകൾ മാത്രമേ ഇപ്പോൾ കംപ്ലൈൻറ്റ് കാണാനുള്ളൂ. ഈ ബോട്ടൊക്കെ പോയിട്ടുണ്ട്, അതിൻ്റെ കുഴപ്പമില്ല. ഈ ബോട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് മാറാവുന്ന ഐറ്റംസാണ്. അതിപ്പോൾ മാറുന്നില്ല, സംഭവം വലിയ ലൂസൊന്നും ആയിട്ടില്ല. ഇനി ഇത് മൊത്തത്തിലൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസൊക്കെ ചെയ്ത് കയറ്റണുള്ളൂ. വേറെ ഷെയ്ക്കോ കാര്യങ്ങളൊന്നുമില്ല. ആ ബോട്ട് പൊട്ടിയതിൻ്റെ പേരിൽ ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മൊത്തം അഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല ഗ്രീസൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.